20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് അരിസ്റ്റോട്ടിൽ ഒനാസിസ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അരിസ്റ്റോട്ടിൽ സോക്രട്ടീസ് ഒനാസിസ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ ഉടമയായിരുന്നു. കെന്നഡിയുടെ ഭാര്യയായിരുന്ന ജാക്ലിൻ കെന്നഡി കെന്നഡിയുടെ മരണശേഷം ഒനാസിസിൻ്റെ ഭാര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കടൽ യാത്രയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശത്തെയാണ് ഇന്ന് ചിന്താവിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ജീവിതയാത്രയുമായി ബന്ധപ്പെട്ടാണ് ഈ കടലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് തന്നെ. അദ്ദേഹം പറയുന്നതാണ്, കടൽ ഒരിക്കലും റെസ്റ്റ് ചെയ്യാൻ പോണില്ല. അത് മനസ്സിൽ വെച്ചിട്ട് വേണം കപ്പൽ യാത്ര അല്ലെങ്കിൽ കടൽ യാത്ര നടത്തുവാൻ. We must free ourselves of the hope that the sea will ever rest. എന്നെങ്കിലും തിര ഒടുങ്ങുമെന്നും തിര ഇല്ലാതെ ശാന്തമായ ഒരു കടലുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും വയ്ക്കരുത്. ഇതൊരിക്കലും തിര അടങ്ങാൻ പോകുന്നില്ല. തിര കടലിൻ്റെ സ്വഭാവമാണെന്നും കടലിൽ ആ തിരയുണ്ടാവും എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കണം, പ്രതീക്ഷ ഇല്ലാതെ വിശ്വസിക്കണം. എന്നിട്ട് വേണം, അദ്ദേഹം പറയുന്നു, വി മസ്റ്റ് ലേൺ ടു സെയിൽ ഇൻ ഹൈ വിൻഡ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ എങ്ങനെയാണ് കടലിലൂടെ കപ്പലിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കപ്പൽ യാത്ര ചെയ്യുന്നവർ എന്തെങ്കിലും കടൽ ശാന്തമാവും എന്നും കരുതിക്കൊണ്ട് യാത്ര താളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കൊടുങ്കാറ്റിനെ നേരിടാനോ തരണം ചെയ്യാനോ പഠിക്കില്ല. നമ്മളിതിനു മുമ്പ് ചിന്തിച്ച മാതിരി ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കടലിലെ തിരകളെ നമ്മൾ കമാൻഡ് ചെയ്യണം. തിരകൾ നമ്മെ കമാൻഡ് ചെയ്യരുത്. ക്യാപ്റ്റൻ എപ്പോഴും ഷിപ്പ് കമാൻഡ് ചെയ്യുന്ന ആളാണ്. ഈ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞില്ലേ, ദ സ്ട്രോങ്ങസ്റ്റ് സ്റ്റോംസ് മേക്ക് ദ ബെസ്റ്റ് സെയിലേഴ്സ്. അപ്പം വലിയ തിരമാലകൾ ഉണ്ടാവും. ആ തിരമാലകളാണ് ബെസ്റ്റ് സെയിലേഴ്സിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് കടലിൻ്റെതായ സ്വഭാവം കാണിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം. യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തിരകളുണ്ടാവും, കാറ്റും ഉണ്ടാവും. പക്ഷേ ആ തിരകളെയും കാറ്റിനെയും അതിജീവിക്കാൻ തക്കവണ്ണം എങ്ങനെയാണ് യാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഓരോ അനുഭവത്തിലൂടെയും നമ്മൾ പഠിക്കുകയും അനുഭവങ്ങൾ പാഠങ്ങളാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ സാധിക്കും. കാറ്റുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുമ്പോഴും കാറ്റ് വന്നാൽ തകർന്നു പോകും എന്നുള്ള ആകാംക്ഷയോടെ ജീവിക്കുമ്പോഴും ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവില്ല. കാറ്റ് സ്വാഭാവികമാണെന്നും ആ കാറ്റിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം നമ്മിലുണ്ട് എന്നും അതിന് മറികടക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസവും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കാറ്റിനെയും ഏത് കോളിനെയും അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ആ ആത്മവിശ്വാസമാണ് ഈ ജീവിതയാത്രയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യേണ്ടത്. അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരാളുടെ കൂട്ടത്തിൽ, ആ ആളുടെ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം കൂട്ടിനുണ്ടാവും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനി കൂട്ടിനുണ്ടാവും. ആത്മവിശ്വാസമില്ലാത്ത ഒരാളെ സഹായിക്കാൻ ആർക്കും സാധിക്കില്ല. ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ എല്ലാ കാറ്റിനെയും കോളിനെയും തരണം ചെയ്ത് എൻ്റെ ജീവിതം തളരാതെയും തകരാതെയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ദൃഢവിശ്വാസത്തിലും ഉറച്ച ബോധ്യത്തിലും വലിയ പ്രതീക്ഷയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.